ശ്രീമാത്രേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ നമ്മുടെ സത്സംഗ വിഷയം ജ്ഞാനരാമായണം എന്ന വിഷയമാണ്. രാമായണം കഥ അയോധ്യ രാജ്യം ഭരിച്ചിരുന്ന ദശരഥ മഹാരാജാവിന്റെയും അദ്ദേഹത്തിന്റെ 3 ഭാര്യമാരുടെയും അവരിൽ ജനിച്ച 4 പുത്രന്മാരുടെയും സീത, ബാലി, സുഗ്രീവൻ, ഹനുമാൻ, ജടായു, രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ലവകുശന്മാർ തുടങ്ങിയവരുടെയും കഥയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. സനാതന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ 4 തരത്തില് ആണ് അതിന്റെ അർത്ഥങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. 1 വാക്യാർത്ഥം, 2 യാജ്ഞികാർത്ഥം, വൈദികാർത്ഥം, തത്വാർത്ഥം. ഇതാണ് ആ 4 ബ്രഹ്മചാരി വാക്യാർത്ഥവും, ഗൃഹസ്ഥാശ്രമി യാജ്ഞികാർത്ഥവും, വാനപ്രസ്ഥൻ വൈദികാർത്ഥവും, സന്യാസി തത്വാർത്ഥവുമാണ് ഗ്രഹിക്കേണ്ടതെന്ന് പറയാറുണ്ട്. രാമായണ കഥയുടെ വാക്യാർത്ഥം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് നമ്മളിവിടെ രാമായണത്തിന്റെ തത്വാർത്ഥത്തെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കാൻ പോകുന്നത്. ഈ പ്രപഞ്ചം തന്നെയാണ് അയോധ്യ. ഇന്ദ്രിയങ്ങളാകുന്ന 10 രഥങ്ങളിലിരുന്ന് ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ സംഘട്ടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ് ദശരഥൻ എന്ന് പറയുന്നത്. ആത്മാവിന്റെ ത്രിശക്തികളായിരിക്കുന്ന ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, 3 ഭാര്യമാർ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥാത്രയങ്ങളും തുര്യവും ചേർന്നതാണ് 4 പുത്രന്മാർ. മനുഷ്യജന്മം ജ്ഞാനസമ്പാദനത്തിനും ആത്മസാക്ഷാത്കാരത്തിനും മാത്രം ഉള്ളതാകുന്നു. സുഹൃതിയായ ജീവന് ഈ ബോധം അനേക ജന്മങ്ങളിലൂടെ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എപ്പോഴാണോ ഒരു ജീവൻ ഈ ബോധം ഉദിക്കുന്നത്, ആ ബോധം ക്രമേണ വളർന്ന് ദൃഢപ്പെടുന്നു. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം യാത്രയാകുന്ന രാമലക്ഷ്മണന്മാർ, അതായത് ജാഗ്രതും തുര്യവും, സദ്ഗുരു ലാഭം തന്നെയാകുന്നു. സദ്ഗുരുവിലൂടെ ബല, അതിബല എന്ന മന്ത്രം ഉപദേശിച്ചു കിട്ടുന്നു. തന്മൂലം വിശപ്പ്, ദാഹം, ഭയം, വ്യസനം, ക്രോധം എന്നിവ ജയിക്കാൻ കഴിയുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല്, ബ്രഹ്മചര്യം, അഹിംസ, സത്യം എന്നീ അനുഷ്ഠാനങ്ങളിലൂടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ പീഡകളെ ദൂരീകരിക്കാൻ കഴിയുന്നു എന്നതാണ്. ബ്രഹ്മചര്യം കൊണ്ട് ശരീരത്തിന്റെയും, അഹിംസ കൊണ്ട് മനസ്സിന്റെയും, സത്യം കൊണ്ട് ബുദ്ധിയുടെയും എല്ലാ ദുഃഖങ്ങളും അകലുന്നു. വിശപ്പും ദാഹവും സ്ഥൂലദേഹത്തിന്റെ ദുഃഖങ്ങളും, ഭയം, വ്യസനം, ക്രോധം ഇവ സൂക്ഷ്മ ശരീരത്തിന്റെ ദുഃഖങ്ങളുമാണ്. ബ്രഹ്മചര്യം, അഹിംസ, സത്യം എന്നീ സാത്വിക അനുഷ്ഠാനങ്ങൾ കൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ശരീരങ്ങൾ ഓജസ്സും തേജസ്സും വീര്യവും ഉള്ളതായി തീരുന്നു. ബ്രഹ്മജ്ഞാനം സമ്പാദിക്കുന്നതിന് വീര്യമില്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടും. തീവ്ര വൈരാഗ്യം കൊണ്ട് ഇഹപരങ്ങളായിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളിലും ആഗ്രഹത്തെ ജയിച്ചതിനെയാണ് താടകാവധം കൊണ്ട് ചിത്രീകരിക്കുന്നത്. ഈ പ്രക്രിയയിലൂടെ രാഗദ്വേഷങ്ങൾ അകന്ന് അന്ധഃകരണം ശുദ്ധമാകുന്നു. ഇത് തന്നെയാണ് വിശ്വാമിത്ര യാഗവും മാരീച സുബാഹുക്കളുടെ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷയും. ഇത്രയും ആകുമ്പോൾ തന്നെ ജീവൻ ബ്രഹ്മവിദ്യയാകുന്ന സീതയെ ലഭിക്കാൻ അർഹനായിത്തീരുന്നു. സീതാലാഭത്തിനു വേണ്ടി ശരീരാഭിമാനി അഭിമാനി ആദി ഭാവങ്ങളിലാണ് ജ്ഞാനഭാവം. സീതാലാഭത്തിനു വേണ്ടി ശരീരാഭിമാനാദി ഭാവങ്ങളില്ലാതെ ജ്ഞാനഭാവമാകുന്ന വിദേഹ രാജ്യത്തിൽ നിന്ന് ലഭിച്ച അയോനിജയായ സീതയെ തന്നെയാണ് നമ്മളെ ജ്ഞാനവിദ്യ എന്ന് പറയുന്നത്. പരിശുദ്ധ പ്രേമഭക്തിയുടെ പ്രതീകമാണ് അഹല്യ. മനസ്സാകുന്ന ഇന്ദ്രൻ, ആഗ്രഹങ്ങളാകുന്ന സങ്കല്പങ്ങൾ കൂടിച്ചേർന്ന് ഈശ്വരപ്രേമം ജനിച്ച് ജീവനെ ഊർധ്വഗതിയിലേക്ക് നയിച്ച് ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്ന കർമ്മമാണ് അഹല്യ മോക്ഷം എന്നത്. സീതയുമായി അയോധ്യയിലേക്ക് മടങ്ങുന്ന ശ്രീരാമൻ മാർഗമധ്യേ ഭാർഗവരാമനെ കണ്ടുമുട്ടുന്നു. 2 രാമൻ ഉണ്ടാകുമ്പോൾ പാടില്ലാത്ത വാദമുയരുന്നു. ജീവാത്മാവും പരമാത്മാവും, അതായത് ജീവനും ഈശ്വരനും, അത് രണ്ടല്ലെന്നും ഒന്നാണെന്നുള്ള ബോധം ഉദിച്ചുവെന്നാണ് ഇതിന്റെ തത്വാർത്ഥം. അയോധ്യയിൽ മടങ്ങിയെത്തിയ രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രപഞ്ചവൃത്തികളിൽ നിന്ന് മോചിതയായി ജ്ഞാനവൃത്തികളിൽ മുഴുകാൻ തുടങ്ങുന്നു എന്നർത്ഥം. പ്രാരബ്ധമാകുന്ന ഇച്ഛാശക്തി കൈകേയിലൂടെ ഇതിന് ഭംഗം വരുത്തി. ജ്ഞാനപ്രാപ്തിക്കുള്ള അവസരങ്ങൾ യോജിച്ചാലും പ്രാരാബ്ധം അവസാനിക്കാതെ ഒരു ജീവന് മുക്തി ലഭിക്കുകയില്ല. പ്രാജ്ഞ തുരീയ ഭാവങ്ങളാകുന്ന ഭരതശത്രുഘ്നന്മാരിൽ നിന്ന് അകന്ന് ലോകവ്യാപാരത്തിൽ ഇറങ്ങുകയാണ് കാനനവാസം എന്ന് പറയുന്നത്. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ജീവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഇഴയ്ക്കുന്നു. ഇപ്പൊ പ്രാരാബ്ധമായിരിക്കുന്ന കൈകേയിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. കാരണം പ്രാരാബ്ധം എന്താണ്? അനുഭവിച്ച് തന്നെ തീരേണ്ടതാണ്. ജ്ഞാനമാകുന്ന ഗംഗ കടന്ന് പ്രപഞ്ചധർമ്മമാകുന്ന കാട്ടിലെത്തി
പ്രാരാബ്ധഫലം അനുഭവിക്കുമ്പോഴും സജ്ജന സമ്പർക്കത്തിലൂടെ പതിക്കാതിരിക്കാൻ ഭരദ്വാജൻ, വാൽമീകി എന്നിവരുടെ സമീപം ചിത്രകൂടത്തിൽ താമസമുറപ്പിച്ചു. അതായത് സത്സംഗം ചെയ്തുകൊണ്ട് തന്നെ ബ്രഹ്മവിദ്യയെ പരിപോഷിപ്പിക്കണമെന്ന് സാരം. ജ്ഞാനവിദ്യ സ്വീകരിച്ച വ്യക്തി ചില കാര്യങ്ങളിൽ നിയന്ത്രണ ജീവിതം സ്വീകരിക്കണം. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ജീവിതത്തെയാണ് കാനനവാസം കൊണ്ട് വ്യക്തമാക്കുന്നത്. പ്രപഞ്ചധർമ്മങ്ങൾ മൂലം ശരീരം ദുർബലവും മനസ്സ് കൽമഷം നിറഞ്ഞതുമായി ക്രോധവികാരങ്ങൾ ഉണർന്ന പതിച്ച ജീവനിൽ നിന്ന് ആത്മവിദ്യയാകുന്ന സീത കൈവിട്ടു പോകുന്നു. വീണ്ടും ആത്മവിദ്യയെ കൈവരുന്നതിന് വേണ്ടിയുള്ള ഭക്തി വൈരാഗ്യങ്ങളാകുന്ന രണ്ട് ചിറകുകളുള്ള വിവേകമാകുന്ന ജഡായുവിന്റെ നിർദ്ദേശാനുസരണം സ്വസ്വരൂപമായിരിക്കുന്ന അഗത്തീശ്വരന്റെ, അതായത് അഗസ്ത്യൻ നിർദ്ദേശപ്രകാരം പ്രാണായാമം സ്വീകരിച്ച് വായുപുത്രനായിരിക്കുന്ന ഹനുമാൻ അവിവേകവും വിവേകവുമാകുന്ന ബാലി സുഗ്രീവന്മാരിൽ നിന്ന് അവിവേകമാകുന്ന ബാലിയെ വധിച്ച് വിവേകമുദിച്ച് തന്നിലെ ആഗ്രഹങ്ങളാകുന്ന ശൂർപ്പണകയെ മുറിച്ചു മാറ്റി തന്നിലെ തന്നെ തമോ ഗുണമാകുന്ന കുംഭകർണനെ വധിച്ച്, അതായത് രജോ ഗുണം, രാവണനെയും വധിച്ച് സാത്വിക ഗുണമായിരിക്കുന്ന വിഭീഷണന്റെ സഹായത്തോടുകൂടി ജ്ഞാനവിദ്യയായിരിക്കുന്ന സീതയെ തിരികെ ലഭിച്ചു. അപ്പോ എന്താണ് ഇത് കാണിക്കുന്നത്? ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കുന്നത് വരെയുള്ള സംഭവ പരമ്പരകളാണ്. ഇതിനെയാണ് ശ്രീ പാർവതിക്ക് ശ്രീ പരമേശ്വരൻ ഉപദേശിച്ചു കൊടുത്ത രാമതത്വം. ഇതിനെയാണ് നമ്മൾ ജ്ഞാനരാമായണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കിനി ലോകങ്ങളെ കുറിച്ച് കുറച്ച് വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്താണ് ലോകങ്ങൾ? കാരണം ലോകം എന്ന് പറഞ്ഞാല് ഒരു ജീവനെ സംബന്ധിച്ച് അനുഭവ മണ്ഡലം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ വ്യത്യസ്തമായിരിക്കുന്ന ബാഹ്യ ലോകങ്ങള്, നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്കുള്ള ലോകങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിയേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോ അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, ഇവയാണ് 7 പാതാളങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ആ തലത്തിൽ ശംഖകർണാദികളായിരിക്കുന്ന നാഗങ്ങളും, അതായത് അതലത്തില്, വിതലത്തിലെ ശക്തിനാഗങ്ങളും മറ്റു നാഗങ്ങളും, നിതലത്തിൽ ദാനവന്മാരും, സുതലത്തിൽ കാലനേമി തുടങ്ങിയവരും, തലാതലത്തിൽ വിരോചനാദികളായിരിക്കുന്ന ദൈത്യന്മാരും, പാതാള ഭൈരവന്മാരും, കാർക്കോടക പ്രഭൃതികളും, രസതലത്തിൽ വാസുകി തുടങ്ങിയ നാഗങ്ങള്, ക്ഷേത്രപാലകൻ, രാക്ഷസന്മാർ എന്നിവരും നിവസിക്കുന്നു എന്നാണ് സങ്കല്പം. മഹാതലത്തിൽ ആദിശേഷനും സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇതിന് താഴെ അനേകം പാതാളങ്ങളും അന്ധകാരമയമായിരിക്കുന്ന അനേക നരകങ്ങളുമുണ്ട്. അവയ്ക്ക് താഴെയായിട്ട് രത്നമയമായിരിക്കുന്ന ഒരു പീഠത്തില് കാലാഗ്നി രുദ്രൻ നിവസിക്കുന്നു. ഹാടകേശ്വരം എന്ന ഒഡ്യാണ പീഠത്തിലാണ് ഭൂലോകം സ്ഥിതി ചെയ്യുന്നത്. ഭൂലോകത്തിൽ സമുദ്രങ്ങൾ, നദികൾ, ദ്വീപുകൾ, തടാകങ്ങൾ, നഗരങ്ങൾ മുതലായവ സ്ഥിതി ചെയ്യുന്നു. ഭൂമിക്ക് ഉപരിയായിട്ട് ഭൂവർലോകം സ്ഥിതി ചെയ്യുന്നു. ഈ ഭൂവർലോകത്തിൽ ഗുഹ്യന്മാർ, മേഘങ്ങൾ, കിംപുരുഷന്മാർ, ഗരുഡന്മാർ, ആകാശഗംഗ, വാതകങ്ങൾ, സിദ്ധദേവന്മാർ, വിദ്യാധരന്മാർ, യക്ഷന്മാർ എന്നിവർ വസിക്കുന്നു. ഭൂവർലോകത്തിന് മുകളിലായി സ്വർലോകം സ്ഥിതി ചെയ്യുന്നു. ഈ സ്വർലോകത്തിലാണ് 30 മുക്കോടി ദേവന്മാരും നിവസിക്കുന്നത്. സ്വർലോകത്തിന് 7 ഉപലോകങ്ങളുണ്ട്. അവ സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, താരമണ്ഡലം, ഗൃഹമണ്ഡലം, സപ്തഋഷി മണ്ഡലം, അമരാവതി, ധ്രുവലോകം എന്നിവയാണ്. ഈ സ്വർലോകത്തിന് മുകളിലായി മഹർലോകവും ജനലോകവും തപോലോകവും സത്യലോകവും സ്ഥിതി ചെയ്യുന്നു. സത്യലോകത്തിലെ 3 ഉപലോകങ്ങളുണ്ട്. അവ ശിവലോകം, വിഷ്ണുലോകം, ബ്രഹ്മലോകം ഇവയാകുന്നു. അതോടൊപ്പം തന്നെ സത്യലോകത്തിൽ അതീവ രഹസ്യമായിരിക്കുന്ന ഒരു ലോകമുണ്ട്. അതാണ് ഉമാലോകം. ഈ ഉമാലോകം വിഷ്ണുലോകത്തിനും ബ്രഹ്മലോകത്തിനും ശിവലോകത്തിനും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്നു. മേൽ പറയപ്പെട്ട 14 ലോകങ്ങളും നമ്മൾ പറയാറുണ്ട് ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിലും സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. എവിടെയാണ് അവയുടെ സ്ഥാനങ്ങളെന്ന് നോക്കാം. ഉള്ളംകാലിൽ അതലം, പുറംകാൽ വിതലം, കാൽക്കുഴ നിതലം, കാൽവെണ്ണ സുതലം, കാൽമുട്ട മഹാതലം, തുട രസാതലം, അര അതായത് കുണ്ടലിനി സ്ഥാനം തലാതലം, നാഭിസ്ഥാനം ഭൂലോകം, ഹൃദയസ്ഥാനാതിർത്തി ഭൂവർലോകം, ഹൃദയസ്ഥാനം ഭൂവർലോകം, ഹൃദയം മഹർലോകം, ഹൃദയം മുതൽ കണ്ഠം വരെ ജനലോകം, ഭ്രൂമത്യം തപോലോകം, ശിരസ് സത്യലോകം. അപ്പൊ പറയപ്പെട്ട 14 ലോകങ്ങൾക്കും പുറമെ 9 പട്ടണങ്ങൾ കൂടി ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് നാസികയുടെ പൂർവാഗ്രത്തിൽ ഇന്ദ്രപുരി, വലത് കണ്ണിൽ അഗ്നിപുരി, വലത് കാതിൽ യമപുരി,
തത്സമീപത്തിൽ നിര്യതിപുരി, പിൻവശം വരുണപുരി, ഇടത് കാൽ വായുപുരി, ഇടത് കാതിനും കഴുത്തിനും മധ്യേ കുബേരപുരി, ഇടത് കണ്ണിൽ ഈശാനപുരം, മൂർധാവിൽ ബ്രഹ്മപുരി. ഇപ്രകാരം 14 ലോകങ്ങളും 9 പുരികളും പിണ്ഡത്തിൽ, അതായത് ശരീരത്തിൽ പ്രതിഷ്ഠിതമാണ്. ഇത് ഉത്തരഗീതയിൽ പറയപ്പെടുന്നുണ്ട്. വലിയ വൃത്തത്തിനുള്ളിൽ ചെറിയ വൃത്തം പോലെ ഈ പിണ്ഡാണ്ഡം ബ്രഹ്മാണ്ഡത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. അണ്ഡത്തിലുള്ളതെല്ലാം തന്നെ പിണ്ഡത്തിലും സത്വരൂപേണ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. ഭൂമിയുടെ അടിയിൽ പാതാളം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട്. പൗരാണികമായിട്ടുള്ള മനുഷ്യ സങ്കല്പം ആണിത്. ഈ പാതാളത്തിൽ തന്നെ 7 തലങ്ങളോട് കൂടിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ അതലം, സുതലം, എല്ലാം, തലാതലം, രസാതലം, മഹാതലം എല്ലാം തന്നെ. 7ാമത്തതിനെയാണ് നമ്മൾ പാതാളം എന്ന് പറയുന്നത്. അസുര ശില്പിയായിരിക്കുന്ന മയനാണത്രേ ഈ 7 പേരുകളോടുകൂടിയ പാതാളങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനോമോഹനങ്ങളായിരിക്കുന്ന രമ്യഹർമ്മങ്ങള്, ഉദ്യാനങ്ങള്, പട്ടണങ്ങള്, ഗൃഹങ്ങള് ഇവിടെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ദേവന്മാർ ലോകത്തെന്ന പോലെ പാതാളഖണ്ഡത്തിൽ ദൈത്യന്മാരും ദാനവന്മാരും നാഗന്മാരുമാണ് അധിവസിക്കുന്നത്. ഓരോ വിഭാഗത്തിന്റെയും കുലധർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ മുറതെറ്റാതെ മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾ ഈ പ്രദേശത്ത് അധിവസിച്ചു പോരുന്നു. പാതാള പ്രദേശത്തിന് 70,000 യോജന ഉയരമുണ്ടെന്നാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ വിഭാഗത്തിനും 10,000 യോജന വിസ്തീർണമുള്ള പ്രദേശമാണ് കൈകാര്യ കർത്തൃത്വത്തിനായി നിജപ്പെടുത്തിയിരിക്കുന്നത്. 7 വിഭാഗങ്ങൾക്കായി തിരിച്ചിട്ടുള്ള ഈ പ്രദേശങ്ങൾക്കും വ്യത്യസ്ത സ്വഭാവമുണ്ടെന്നുള്ളതാണ് സവിശേഷത. അവിടങ്ങളിലെ ഭൂമി ചിലയിടത്ത് വെളുത്തത്, ചിലയിടത്ത് കറുത്തത്, ചിലയിടത്ത് മഞ്ഞ നിറം, ചുവന്ന നിറം, ചരൽ നിറം, ചിലയിടത്ത് പാറക്കെട്ടുകൾ അപ്പുറത്ത് സ്വർണ്ണവർണ്ണമായതും പുരാണങ്ങളിൽ ഇത് സംബന്ധിച്ച് പല പരാമർശങ്ങളും കാണാറുണ്ട്. ഭൂമിയേക്കാൾ സുന്ദരമാണ് പാതാളമെന്ന് പറയപ്പെടുന്നു. ഇതിന് ഉപോത്ബലകമായിട്ടൊരു കഥ തന്നെ പുരാണ ഗ്രന്ഥങ്ങളിൽ കാണാറുണ്ട്. ഈ 14 ലോകങ്ങളിലും ചുറ്റിക്കറങ്ങി സഞ്ചരിക്കുന്നവനാണ് ദേവഋഷി വര്യനായിരിക്കുന്ന നാരദമുനി. നമുക്കെല്ലാവർക്കും അറിയാം. ഒരിക്കൽ പാതാള ലോകത്ത് ചുറ്റി സഞ്ചരിച്ച് സ്വർഗലോകത്തിലേക്ക് ചെന്ന നാരദമുനി ദേവേന്ദ്ര സമക്ഷം ഒരു സത്യം പറഞ്ഞു. ദേവന്മാർ അമരന്മാരാണ്, അവിടെ ഇല്ലാത്തതൊന്നുമില്ല. അവർ വിചാരിച്ചാൽ എന്തും എപ്പോഴും ലഭിക്കും എന്നൊക്കെയുള്ള അഹന്തയാണ് ദേവകൾക്കുള്ളത്. അത് ശരിയല്ല. ദേവരാജനോട് പറഞ്ഞു, സ്വർഗത്തെക്കാൾ മനോഹരമായിട്ടൊരു പ്രദേശമുണ്ട്. അത് പാതാളമല്ലാതെ വേറൊന്നല്ല. പകലും രാത്രിയും അവിടെ പൂനിലാവിന്റെ പ്രഭ ചൊരിയുകയാണ്. പകൽ സമയം സൂര്യരശ്മികൾ പ്രകാശം ചൊരിയുമ്പോൾ രാത്രിയിൽ നാഗങ്ങൾ അണിയുന്ന നവരത്നങ്ങളിൽ നിന്ന് പാതാളം മിന്നിത്തിളങ്ങുകയാണ്. ഒപ്പം പനിമതിയുടെ പരിപൂരിതമായിരിക്കുന്ന പാൽപുഞ്ചിരിയും സൂര്യരശ്മികൾ പരത്തുന്ന ഉഷ്ണതാപമോ ചന്ദ്രകിരണങ്ങൾ ചൊരിയുന്ന തണുപ്പോ അവിടെ അനുഭവപ്പെടുന്നില്ല. രാവും പകലും മനോഹരമായിരിക്കുന്ന ഗാനങ്ങളും നൃത്യങ്ങളും ആ അന്തരീക്ഷത്തിൽ നവോന്മേഷത്തിൽ പുതിയ പുതിയ ചക്രവാളങ്ങൾ ഉണർത്തുകയാണ്. സമയം അവിടെ എങ്ങനെ പോകുന്നു എന്ന് ആരും അറിയുന്നില്ല. ആനന്ദാതിരേകത്തിൽ എല്ലാവരും ആമഗ്നരായിട്ടിരിക്കുകയാണ്. മറ്റൊരു സവിശേഷത ആദിശേഷന്റേതാണ്. കാരണം പാതാള ഭൂവിനെ കർമ്മനിബദ്ധമാക്കുന്നത് ആദിശേഷനാണത്രേ. പാതാളത്തിന്റെ ചുവട്ടിൽ വിഷ്ണുവിന്റെ തമോ ഗുണ രൂപമായിരിക്കുന്ന ശരീരത്തോടു കൂടിയാണ് ഈ ആദിശേഷൻ ശയിക്കുന്നത്. ആദ്യാന്തനായിരിക്കുന്ന ഈ ദേവസ്വരൂപത്തെ സിദ്ധന്മാർ അനന്തൻ എന്ന് പാടി പുകഴ്ത്തുന്നു. 1000 ശിരസുകളുള്ള അദ്ദേഹത്തിന്റെ കൊടിയടയാളം സ്വസ്തികമാണ്. ഒരു കൈകൊണ്ട് കലപ്പയുടെ കൊഴു പിടിച്ചിട്ടുണ്ട്. മറ്റേ കൈയിൽ ഉലക്ക ധരിച്ചുകൊണ്ട് അനന്തമായി ശയിക്കുന്ന അദ്ദേഹത്തെ ശ്രീദേവിയും മൂർത്തിമതിയായിരിക്കുന്ന വാരുണി ദേവിയും പാദസേവ ചെയ്ത് പരിചരിക്കുന്നു. കൽപ്പാന്ത കാലങ്ങളിൽ വിശേഷ അഗ്നി ജ്വാലകൾ പോലെ തിളങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്നും സംഘർഷണമൂർത്തിയായിരിക്കുന്ന രുദ്രൻ അവതരിക്കുന്നു. ഈ 14 ലോകങ്ങളിലും ആദരിക്കപ്പെടുന്നവനാണ് ആദിശേഷൻ. ദേവന്മാരും അസുരന്മാരും നാഗന്മാരും രാക്ഷസന്മാരും ആദിശേഷനെ ആദരിക്കുന്നു. ഈ ഭൂമണ്ഡലത്തിൽ തന്നെ ഒരു കിരീടം പോലെ ധരിച്ചുകൊണ്ട് അദ്ദേഹം ശയിക്കുന്നതോ പാതാളത്തിലാണ്. അനന്തൻ ഒന്ന് കോട്ടുവാ വിട്ടാൽ പ്രപഞ്ചം തലകീഴാൽ മറിയും. ഭൂമി പൊട്ടിപ്പിളരും. സമുദ്രം സംഹാര താണ്ഡവമാടി ഭൂമിയെ പുഴകൾ വഴിതെറ്റി ഒഴുകും. വൻകാടുകൾ പൊട്ടിത്തെറിക്കും. അപ്പം അറിവിന്റെ ആചാര്യനായിരിക്കുന്ന ഗർഗമഹാമുനി ആദിശേഷനായിരിക്കുന്ന അനന്തനെ ആരാധിച്ചാണ് ജ്യോതിർമണ്ഡലത്തെയും നിമിത്ത ശാസ്ത്രത്തെയും കുറിച്ച് ആധികാരികമായിരിക്കുന്ന ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുള്ളത്. നാരദ മഹാമുനിയുടെ ഈ വിധ വിശദീകരണം കേട്ട് ദേവരാജനും ദേവഗണങ്ങളും വല്ലാതെ വിളറി പിടിച്ച മുനി പുങ്കവ,
അങ്ങ് ഈ വിധം പാതാളവാസികളുടെ വിവരം പറഞ്ഞത് കേട്ട സ്വർഗവാസികളായ ഞങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ത്രിലോകജ്ഞാനിയും സഞ്ചാരിയുമായിരിക്കുന്ന അങ്ങ് തന്നെ ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദേവരാജൻ, അങ്ങ് സമാധാനിക്കണം. പാതാളത്തിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ദേവലോകത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് പെടുത്തിയതാണ് എന്ന് പറഞ്ഞ നാരദ മുനി സംവാദം അവസാനിപ്പിച്ചു. പാതാള ലോകത്ത് 7 തലങ്ങളുണ്ട്. മുകളിൽ പ്രസ്താവിച്ച 7 തലങ്ങളാണവ. ഓരോ തലങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതലം. പാതാള ഭൂഖണ്ഡത്തിലെ ഒന്നാമത്തെ ഭൂപ്രദേശത്തെയാണ് നമ്മൾ അതലം എന്ന് പറയുന്നത്. അസുരശില്പിയായിരിക്കുന്ന മയന്റെ പുത്രനും ബലവാനുമായിരിക്കുന്ന ബലനാണ് അതലത്തിൽ ഒരു സ്ഥാനനായകനും ഭരണാധികാരിയും. സാധകന് സർവാഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാൻ ഇദ്ദേഹം സമർത്ഥനാണ്. 96 മായകളാണ് അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായി ചുറ്റിലുമുള്ളത്. 96 വിദ്യകൾ ഒരേ സമയം പ്രയോഗിക്കാൻ കഴിയുള്ള വിദ്യകൾക്ക് അധീനനാണ് ഈ ബലൻ. അദ്ദേഹം വായു തുറന്ന് കോട്ടുവായി വിടുമ്പോൾ പുംസരികൾ, സ്വൈരിണികൾ, കാമിനികൾ തുടങ്ങി 3 വിധ സ്ത്രീഗണങ്ങൾ മഹാബലവാന്റെ വായിൽ നിന്നും പുറത്തിറങ്ങും. അതലം എന്നത് തന്നെ രാജധാനിയിൽ പ്രവേശിക്കുന്നവരെല്ലാം തന്നെ അനായാസേന വശീകരിക്കാനും സ്വാധീകരിക്കാനും അവരെ ക്രീഡാസുഖത്തിന് വേണ്ടി ബലിയാടാക്കുവാനും ഈ അസുര സൃഷ്ടികളുടെ കയ്യിൽ ഹാടകം എന്നു പേരോടുകൂടിയ ഒരു രസായനമുണ്ടത്രേ. ഈ രസായനത്തിന്റെ ശക്തിയാൽ കരഗതമാകുന്നവരെ വശീകരിച്ച് ഈ ലോലാപാംഗ വീക്ഷണത്താൽ പരമാനന്ദം നൽകി അവരെ കാമകേളിയിലേക്ക് നയിക്കുകയും ആനന്ദ തുന്തിലാക്കുകയും ചെയ്യും. അപ്പോ ഞാൻ സിദ്ധൻ, ഞാൻ ഈശ്വരാനുഗ്രഹം ഉള്ളവൻ എന്നൊക്കെ അഭിമാനിക്കുന്നവരെ ഈ സ്വൈരിണികൾ തന്നെ തന്റെ കളിപ്പാവകളാക്കി അവരുടെ തപോശക്തികളെ നശിപ്പിക്കും. വർഷങ്ങളായി തപം ചെയ്ത് നേടിയതെല്ലാം ഈ സുന്ദരിമാരുടെ ഗതിമേളനത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടാമത്തെ സ്ഥലമാണ് വിതലം. ഈ സ്ഥലത്തെ ഹാടകേശ്വരന്റെ വാസസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത്. ഹാടകേശ്വരൻ എന്നാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ്. ഭഗവാൻ ഭവാനി ദേവിയോടും ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടും ദേവന്മാരുടെ നിത്യാരാധന കൈക്കൊണ്ടും ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകളെ വർദ്ധിപ്പിച്ചുമാണ് ഇവിടെ വസിക്കുന്നത്. ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ വീര്യം ഇവിടെ ഹാടകി എന്നൊരു നദിയായി ഒഴുകുന്നുണ്ട്. ഈ നദിയിലെ രസത്തെ വായുദീപ്തമായിരിക്കുന്ന അഗ്നിപാനം ചെയ്ത് വമിക്കുന്നത് ആണത്രേ ഹാടകം എന്ന സ്വർണം. ദൈത്യന്മാരുടെ സ്ത്രീകൾ ആഭരണം ഉണ്ടാക്കുന്നത് ഹാടകം എന്ന സ്വർണം കൊണ്ടാണ്. അടുത്തത് സുതലമാണ്. ഇതാണ് പ്രസിദ്ധമായിരിക്കുന്ന ബലി ചക്രവർത്തിയുടെ ആസ്ഥാനം. ഇവിടെ ബലി ചക്രവർത്തി ഇന്ദ്രനേക്കാൾ അത്യധികം ഐശ്വര്യത്തോടുകൂടിയും കീർത്തിയോടുകൂടിയും സദാ മഹാവിഷ്ണുവിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് വസിക്കുന്നു. ഇന്ദ്രനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മഹാവിഷ്ണു വാമനന്റെ രൂപമെടുത്ത് വിരോചനന്റെ പുത്രനായിരിക്കുന്ന മഹാബലി ചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ചതിച്ച് അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യങ്ങളെല്ലാം കൈക്കലാക്കി. അതിനുശേഷം അദ്ദേഹത്തെ വരുണപാശത്താൽ കെട്ടിവരിഞ്ഞ ഭൂമിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ സുതലത്തിലേക്ക് തള്ളിവിട്ടു എന്ന കഥ. മഹാവിഷ്ണു ഇന്നും സുതലത്തിൽ മഹാബലിയുടെ ഗോപുരം കാത്തു നിൽക്കുകയാണെന്നാണ് നമ്മുടെ സങ്കല്പം. ഒരിക്കൽ രാവണൻ മഹാബലിയെ ആക്രമിക്കുവാനായി പാതാളത്തിൽ ചെല്ലുകയും രാവണനെ ബലി പുറങ്കാലിനടിച്ച് ഓടിക്കുകയുണ്ടായെന്നും പുരാണ കഥകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദ്രന്റെ കുടില തന്ത്രങ്ങൾ കേട്ട് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് തെറ്റായിപ്പോയി എന്ന് വിഷ്ണുദേവന് കുറ്റബോധം ഉണ്ടായതിനാലാണത്രേ ഇന്നും വിഷ്ണുദേവൻ വാമന രൂപത്തിൽ ബലിയുടെ ഗോപുരം കാവൽ നിൽക്കുന്നത്. അടുത്തത് തലാതലമാണ്. ഇവിടെ അസുരശില്പിയായ മയൻ വസിക്കുന്നു. ത്രിപുരാദഹനം കഴിഞ്ഞതിന് ശേഷം ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് അനുഗ്രഹം നേടിയാണ് ഈ രാക്ഷസ പ്രമാണി തലാതലത്തിൽ ത്രിപുരാധിപനായിട്ട് വാണരുളുന്നത്. മായാവികളുടെ മഹാഗുരുവാണ് മയൻ. മയനെ ഘോരരൂപിയായ മായാവികളുമായി ആയിരക്കണക്കിന് അസുരന്മാർ സദാ പൂജിച്ചു വരുന്നു. അടുത്തത് മഹാതലമാണ്. സർപ്പമാതാവായ കദ്രുവിന്റെ സന്താനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് മഹാതലം. കാദ്രവേയർ എന്ന് ഇവർക്ക് നാമമുണ്ട്. കദ്രുവിന്റെ മക്കളായതുകൊണ്ടാണ് ഇവർ കാദ്രവേയർ എന്നറിയപ്പെടുന്നത്. കുഹകൻ, തക്ഷകൻ, സുസേനൻ, കാളിയൻ തുടങ്ങിയവരാണ് കദ്രുമാതാവിന്റെ സന്തതികളിൽ പ്രമുഖരായിട്ടുള്ളവർ. ഈ സർപ്പവീരന്മാർ വലിയ കോപശാലികളും അനേക ശിരസ്സുകളോട് കൂടിയവരുമാണ്. മെലിഞ്ഞു നീണ്ട ശരീരവും വലിയ ഭണങ്ങളും അമിത ബലശാലികളും ക്രൂര പ്രകൃതിയുമുള്ളവരായിട്ടുള്ള ഇവർ ഗരുഡനെ പേടിച്ചാണ് അത്രേ മഹാതലത്തിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയുന്നത്. അടുത്തത് രസാതലം. നിവാതകവച കാലകേയന്മാരുടെ അധിവാസ കേന്ദ്രമാണ് രസാതലം. ദേവന്മാരുടെ ബദ്ധശത്രുക്കളായിരിക്കുന്ന ഈ അസുരന്മാർ അത്ഭുതകരമായിരിക്കുന്ന മായാവിദ്യകളിൽ പല പ്രാവശ്യവും ദേവകളെ ഉപദ്രവിച്ചിട്ടുണ്ട്.
ആകാശചാരികളായ ഇവരുടെ ആക്രമണം തീരെ സഹിക്കാതായപ്പോൾ ദേവഗണങ്ങൾ ശ്രീ മഹാവിഷ്ണുവിനെ സങ്കടമുണർത്തിക്കുകയും വിഷ്ണുവിന്റെ തേജസ്സാൽ ഈ പൗരുഷം നഷ്ടപ്പെട്ടവരായും ഭവിച്ചു. അവരിപ്പോൾ ഇന്ദ്രനാൽ നിയോഗിക്കപ്പെട്ടവളും മന്ത്രരൂപിണിയുമായിരിക്കുന്ന സരമ എന്ന ദൂതിയുടെ വാക്കുകളും ഭീഷണികളും മന്ത്രദണ്ഡുകൊണ്ടുള്ള താടനവും ഭയപ്പെട്ട് രസാതലത്തിൽ ഒതുങ്ങിക്കഴിയുകയാണ്. അടുത്തതാണ് പാതാളം, ഏഴാമത്തെ ലോകം. ഇത് നാഗാർത്തന്മാരുടെ ആസ്ഥാനമാണ്. ഇവിടെ വാസുകി, ശംഖൻ, ഗുളികൻ, ധനഞ്ജയൻ, മഹാശങ്കൻ, ധൃതരാഷ്ട്രർ, ശംഖചൂഡൻ, കമ്പലൻ, അശ്വജധരൻ, ദേവദത്തൻ തുടങ്ങി നാഗലോകാധിപകളും വസിക്കുന്ന സ്ഥലമാണ്. ഇവരെല്ലാം തന്നെ വളരെ കോപവും നീണ്ട ശരീരവും അതിയായ ബലവും ഉഗ്രമായ വിഷവുമുള്ളവരാണ്. ഇവര് ചിലർക്ക് 100 ചിലർക്ക് അതിലേറെയും ഭണങ്ങളുണ്ട്. ആ ഭണങ്ങളുടെ അനേകം രക്തങ്ങളുടെ അതിയായ ശോഭ നിമിത്തം ഒരിക്കലും പാതാള ലോകത്തെങ്ങും ഇരുളേയില്ല. പാതാള ലോകത്തിന്റെ മൂലസ്ഥാനത്ത് 30,000 യോജന വിസ്താരത്തോടുകൂടി ഒരു പ്രത്യേക സ്ഥലം തിരിച്ചിട്ടുണ്ട്. അവിടെയാണ് താമസിയായിരിക്കുന്ന വിഷ്ണുകല അനന്തൻ എന്ന പേരോടുകൂടി സ്ഥിരവാസം ചെയ്യുന്നത്. സാക്ഷാൽ അനന്തൻ അഥവാ ആദിശേഷൻ അഹങ്കാര അഭിമാനത്തോടു കൂടി തന്നെ ആ ദൃശ്യങ്ങളെ ഏകീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സംഘർഷണൻ എന്ന പേരുകൂടി അനന്തനുണ്ട്. ഈ ലോകങ്ങളെയെല്ലാം 1000 ഭണങ്ങളുള്ള ആദിശേഷൻ ഒരു ഭണത്തിൽ ഒരു കടുകെന്ന പോലെ വഹിക്കുന്നു എന്നാണ് സങ്കല്പം. ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ ചരാചര ലോകത്തെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന സമയം തന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് സംഘർഷണൻ എന്ന പേരോടുകൂടിയ രുദ്രൻ ഏകാദശ രുദ്രഗണങ്ങളോടുകൂടിയും തൃശൂലാദി ആയുധങ്ങളോടുകൂടിയും ആവിർഭവിക്കുന്നതാണ്. അനന്തൻ അതിമനോഹരനും ദിവ്യ തേജോമയനുമാണ്. മറ്റുള്ള സർപ്പനാഥന്മാർ ഭയഭക്തിയോടുകൂടി അനന്തന്റെ പാദങ്ങളിൽ പ്രണമിച്ചിരിക്കുകയാണ്. അങ്ങനെ ദണ്ഡ നമസ്കാരം ചെയ്യുമ്പോൾ രത്നക്കണ്ണാടി പോലെ പരിലസിക്കുന്ന അനന്തന്റെ കാൽനഖങ്ങളിൽ അവർ അവരുടെ മുഖപ്രതിബിംബം കണ്ട് സന്തോഷത്തോടെ അത് തന്നെ നോക്കിക്കിടക്കുമത്രേ. അവരുടെ ഗണ്ഡസ്ഥലങ്ങളിൽ കർണാലങ്കൃതമായിരിക്കുന്ന കുണ്ടലങ്ങളുടെ ശോഭ പ്രതിഫലിച്ച മനോഹരങ്ങളും തേജോമയങ്ങളുമായിരിക്കുന്ന നാനാവർണ്ണം കുളിർന്ന് കിടക്കാറുണ്ട്. അപ്പൊ നാഗരാജന്മാരുടെ പുത്രിമാരെല്ലാം തന്നെ ബഹുസുന്ദരികളും വെളുത്ത നിറമുള്ളവരും നിർമ്മല ശരീരത്തോടു കൂടിയവരും തേജോമയികളുമാണ്. അവർ ചന്ദനം, അകിൽ, കുങ്കുമം തുടങ്ങിയ വാസന ദ്രവ്യങ്ങൾ അണിഞ്ഞ് മന്മഥ പാരവശ്യത്തോടും ശൃംഗാരാദി ചേഷ്ടകളോടും കൂടി അനന്തന്റെ സമീപം ചെന്ന് നിന്ന് മന്ദാക്ഷ വീക്ഷണങ്ങളാലും പുഞ്ചിരി കൊള്ളലും വില്ലാട്ടങ്ങളാലും മനോരഥത്തെ പ്രത്യക്ഷപ്പെടുത്താറുണ്ട്. മേൽപ്പറഞ്ഞ വിധത്തിലുള്ള സർപ്പവൃത്തങ്ങളോടുകൂടിയ ബലവാനും ഗുണവാനും വിശ്രുതനുമായിരിക്കുന്ന ആദിശേഷൻ ലോക ഉപകാരാർത്ഥം തന്റെ കോപാവശ്യത്തെ അടക്കി ശുദ്ധ സത്വപ്രധാനിയായിട്ട് സുരന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, മഹർഷികൾ മുതലായവരിലെ സ്തുതിക്കപ്പെട്ട് വൈജയന്തി എന്ന് പറയുന്ന ദിവ്യമാലയും സൗരഭ്യമേറിയ മറ്റു പുഷ്പമാലകളും നീല വസ്ത്രവും കുണ്ടലാദി ആഭരണങ്ങളും ഹലായുധവും ധരിച്ച് പരമശാന്തനായിട്ട് എല്ലാവരും കടാക്ഷത്താൽ ആനന്ദിപ്പിച്ച് ഇവിടെ വാഴുന്നു എന്ന് നമ്മൾ എല്ലാവരും സങ്കല്പിക്കുന്നു. ഇത് ഗാരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പുരാണങ്ങളിലും എഴുതപ്പെട്ട കഥയാണ്. അപ്പോ ഈ പറയുന്നതെല്ലാം തന്നെ ഒരു തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലാണെന്ന് കണ്ടു. അപ്പൊ നമ്മളെ ശരീരം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ചെറിയ മിനിയേച്ചർ ഫോമാണ് അല്ലെ. അപ്പൊ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർധ്വലോകങ്ങളിലേക്കും അധോലോകങ്ങളിലേക്കും നമ്മുടെ കുണ്ടലിനി എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ലോകങ്ങള്. ഇത് നമ്മള് ഒരു സാമാന്യ മനുഷ്യര് നമ്മൾ ലോകങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാല് എന്താണ് നമ്മുടെ അനുഭവ മണ്ഡലം, ഒരു ജീവൻ ശരീരം വിട്ടു പോയി കഴിഞ്ഞാൽ എന്തൊക്കെ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത് വിശദീകരിച്ച് കണ്ടത്. ഹിരണ്യ ലോക വർണ്ണന. ഇനി നമുക്ക് വേറൊരു ലോകത്തെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹിരണ്യ ലോകം എന്ന് പറയുന്നത്. യമപുരിയുടെ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്നീ പ്രവേശന കവാടത്തിൽ കൂടി ധർമ്മരാജ സദസ്സിലെത്തി ആതിഥ്യം സ്വീകരിച്ച ശേഷം അവിടെ നിന്നും പ്രത്യേക വിമാനങ്ങളിൽ യാത്ര തിരിക്കുന്ന സുഹൃതികൾ ഹിരണ്യ ലോകത്തിൽ എത്തുന്നു എന്ന കൽപ്പന. അവസാനം ജന്മത്തിൽ ഭൗതിക ശരീരം ബോധപൂർവം വെടിയുന്നവരെ യോഗികൾ സമാധി അവസ്ഥ കിടന്ന് നിർവികൽപ്പ സമാധി അവസ്ഥ ലഭിച്ചവർ യമരാജ
യമരാജ പുരിയിലൂടെ അല്ലാതെ ഹിരണ്യ ലോകത്തേക്കാണ് നേരിട്ട് എത്തിച്ചേരുന്നതെന്ന് പറയപ്പെടുന്നു. ആത്മീയ വികാസം ലഭിച്ചവരെ സൂക്ഷ്മ കർമ്മങ്ങളിൽ നിന്നും വിമുക്തനാക്കാനും സൂക്ഷ്മ ലോക പുനർജനിയിൽ നിന്ന് സ്വതന്ത്രമാക്കാനും രക്ഷകന്മാരായി ഋഷീശ്വരന്മാർ സർവദാ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. ഭൂമിയിൽ അബോധാവസ്ഥയിൽ ജീവൻ വെടിയുന്ന മുഴുവൻ പേരും ആ സൂക്ഷ്മ ലോകങ്ങളിലേക്കാണ് പോകുന്നത്. ധർമ്മം പുനഃസ്ഥാപിക്കാനായി ഭൂമിയിൽ പ്രവാചകന്മാരെ അയക്കുന്നത് പോലെ ഹിരണ്യ ലോകം പോലെയുള്ള സൂക്ഷ്മ ലോകങ്ങളിലും പുണ്യാത്മാക്കളെ നിയോഗിക്കുന്നു. വളരെയേറെ പുരോഗതി കൈവരിച്ചിട്ടുള്ള പുണ്യാത്മാക്കൾക്ക് മാത്രമേ ഹിരണ്യ ലോകത്തിലെത്താൻ സാധ്യമുള്ളൂ. ഹിരണ്യ ലോകത്തിൽ അനേകം ഗ്രഹങ്ങളുണ്ട്. ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാൻ പ്രകാശ നിർമ്മിതമായിരിക്കുന്ന വിമാനങ്ങളാണ് ഉള്ളത്. ഈ സൂക്ഷ്മലോകത്തിലെ ദിനരാത്രങ്ങൾ ഭൂമിയിൽ ഉള്ളതിനേക്കാളും ദീർഘമാണ്. സൂര്യചന്ദ്രന്മാർ കഴുത്ത് കൂടുതൽ മനോഹരമായിട്ട് കാണപ്പെടുന്നു. ഈ ലോകം ശുചിയും ശുദ്ധവും ചിട്ടയും ഉള്ളതാണ്. ഈ ലോകത്തിലെ ഭൂമി പുഷ്പവാടികളാലും ഫലവൃക്ഷങ്ങളാലും മനോഹരമാണ്. ഇവിടെ ഭൂമിയിൽ നിന്ന് എത്തുന്ന സൂക്ഷ്മരൂപികളായിരിക്കുന്ന മനുഷ്യരും അന്യഗ്രഹങ്ങളിൽ നിന്ന് എത്തുന്ന ദേവതകള്, ജലകന്യകകള്, മത്സ്യങ്ങൾ, മൃഗങ്ങൾ, അർത്ഥദേവതകൾ എന്നിവ ഉണ്ടെങ്കിലും കൃമികീടങ്ങളോ ഉരകങ്ങളോ ഇല്ലാത്ത ലോകമാകുന്നു. ഇച്ഛാശക്തി ഉപയോഗിച്ച് ഏത് വസ്തുവിലും ഇഷ്ടാനുസരണം വ്യത്യസ്ത രൂപമാക്കാൻ സാധിക്കും. ഈ ലോകത്തിൽ സമാധാനവും സന്തുഷ്ടിയും സദാ കളിയാടുന്നു. ഇവിടെ ജീവജാലങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏത് രൂപം വേണമെങ്കിലും കൈക്കൊള്ളാൻ കഴിയും. കൂടാതെ ഇവിടത്തെ ഒരു വൃക്ഷത്തോട് ലോകത്തെ ഏതുതരം പുഷ്പമോ ഫലമോ ആവശ്യപ്പെട്ടാലും നൽകാൻ കഴിയും. അതിന് അവസാന ജന്മത്തിലെ യൗവന രൂപമായിരിക്കും ഈ ലോകവാസികളുടേത്. സൂക്ഷ്മ ശരീരികൾക്ക് 3 കണ്ണുകൾ ഉണ്ടായിരിക്കും. മൂന്നാം കണ്ണാണ് ഇവർ ഉപയോഗിക്കുക. കൂടാതെ ഏത് ഇന്ദ്രിയത്തിൽ കൂടി വേണമെങ്കിലും കാണുകയും കേൾക്കുകയും ഗന്ധം അറിയുകയും ചെയ്യാൻ സാധിക്കും. ആത്മീയ പുരോഗതിയിലൂടെ കാരണലോകം പുൽകാൻ യോഗ്യത നേടാത്തവർക്ക് ഈ ഹിരണ്യ ലോകത്തിൽ സാധനാ അനുഷ്ഠാനങ്ങൾ ചെയ്ത് യോഗ്യത നേടാൻ അവസരം ലഭിക്കും. കണ്ടുമുട്ടും ഇവിടെ വെച്ച് ഓരോ ജന്മത്തിലെയും ബന്ധുക്കളായിരിക്കുന്നവരെ പല ജന്മങ്ങൾ കഴിഞ്ഞാലും തിരിച്ചറിയാനും സാധിക്കും. ഈ ഗ്രഹത്തിലെ ആയുസ് വളരെ ദീർഘമേറിയതാണ്. ഭൂമിയിൽ നിന്നുള്ള ഏറെക്കുറെ സൂക്ഷ്മരൂപികളും മരിക്കുമ്പോൾ പോകേണ്ട സൂക്ഷ്മ ലോകങ്ങളെ ഹിരണ്യലോകവാസികൾ പല ജന്മങ്ങളിലൂടെ കടന്നു കഴിഞ്ഞവരായിരിക്കും. സൂക്ഷ്മ ശരീരത്തിന് ചൂടോ തണുപ്പോ ഭൂപ്രകൃതിയിലെ മറ്റ് അവസ്ഥകളോ ബാധകമല്ല. ഈ ലോകത്ത് സൗന്ദര്യം ഒരു ആത്മീയ ഗുണമായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ദേഹി ഹിരണ്യലോകത്ത് വസിച്ച് ആത്മീയ പുരോഗതി നേടി കാരണലോകം പുൽകാൻ തയ്യാറെടുക്കുമ്പോൾ ആഘോഷങ്ങൾ കൊണ്ടാടാറുണ്ട് ഇവിടെ. സദാചാരത്തിലോ സത്യദർശനത്തിലോ പിശക് പറ്റുന്നവർക്ക് ശക്തമായ വേദന അനുഭവിക്കേണ്ടി വരും. ഹിരണ്യലോകവാസികളായിരിക്കുന്നവർ പരസ്പരം ആശയവിനിമയം നടത്തുന്ന മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ടാണ്. വാമൊഴിയും വരമൊഴിയും ഭൂതലവാസികൾക്ക് സഹിക്കേണ്ടി വരുന്ന കുഴപ്പങ്ങളും ഭാഷ എന്ന കീറാമുട്ടിയും ഒന്നും ഇവിടെ ബാധകമല്ല. ഈ സൂക്ഷ്മലോകവാസികളെ നിലനിർത്തുന്നത് പ്രാണവായുവാലല്ല. ഇവർ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നില്ല, മറിച്ച് പ്രകാശരൂപങ്ങളുടെ വിശേഷ ബുദ്ധിയാൽ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവർ ആഹാരം കഴിക്കുന്ന പ്രക്രിയയിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തരാണ്. സാമാന്യം നന്നായി പുരോഗതി നേടിയ സൂക്ഷ്മ ശരീരികൾ സൂക്ഷ്മലോകത്തിൽ ദീർഘകാലം വസിക്കുന്നുണ്ട്. ഇവർക്ക് വേദനയുമായി മല്ലിടേണ്ടി വരുന്നില്ല. സൂക്ഷ്മ ശരീരത്തിൽ മാനസികം, വൈകാരികം, പ്രാണാത്മികം എന്ന 19 തത്വങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ഥൂല ശരീരം 16 സ്ഥൂല തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടവയാകുന്നു. മരണശേഷം ഈ 16 തത്വങ്ങൾ നശിക്കുകയും 19 തത്വങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ നിലനിൽക്കുകയും ചെയ്യും. സൂക്ഷ്മലോകവാസികൾക്ക് പ്രകാശത്തെ മണക്കുവാനും രുചിക്കുവാനും സ്പർശിക്കുവാനും കഴിയും. സൂക്ഷ്മലോകങ്ങളിൽ നിന്ന് പൂർണ്ണത കൈവരിച്ച് കാരണലോകത്തിലേക്ക് കടക്കുന്നവരും വാസനകൾ ക്ഷയിച്ച് ഭൂമിയിലേക്ക് തന്നെ മടങ്ങുന്ന ജീവാത്മാക്കളും ധാരാളമായിട്ടുണ്ട്. ഈ ലോകത്തിൽ തെറ്റ് ചെയ്യുന്നവർക്ക് സ്വതന്ത്രമായി ചലിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടമാകും. കാരണലോകത്തിലേക്ക് കടക്കുന്ന സൂക്ഷ്മ ശരീരികൾ ആയിരക്കണക്കിന് വർഷങ്ങളോളം ആനന്ദ നിർവൃതിയിൽ സുഖം അനുഭവിച്ച ശേഷം സങ്കല്പം കൊണ്ട് വേണമെന്നുള്ളവർക്ക് പുനർജനിക്കാവുന്നതാണ്. മാനസിക വികാസം പ്രാപിച്ചിട്ടില്ലാത്ത സൂക്ഷ്മ ശരീരികൾക്ക് ഈ ലോകത്ത് സാധന നടത്തി പൂർണ്ണനാകാനും അധപ്പതിച്ച നീച യോനികളിലേക്ക് പോവാനും പറ്റും. അപ്പോ മാനസിക വികാസമാണ് ഇവിടുത്തെ പ്രധാനമായിരിക്കുന്ന മാനദണ്ഡം. അപ്പൊ നീചയോനികൾ പിറക്കാൻ ഇവിടുത്തെ മാനസിക അവസ്ഥ വെച്ചിട്ടായിരിക്കും നല്ല യോനികളിലും നീചയോനികളും പിറക്കാനുള്ള ആ ഒരു മാനദണ്ഡം ഉണ്ടാകുന്നത്. ഭൂമിയിലെ കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ കിട്ടാത്തവർക്ക് സൂക്ഷ്മലോക
മൃതികൾക്ക് ശേഷം കാരണലോകത്ത് പോകാൻ അനുവാദമില്ല. ഇവർ സ്ഥൂല ശരീരത്തിലെ 16 തന്മാത്രകളെ സ്വീകരിച്ച് ഭൂലോകത്തിൽ വന്ന് വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നു. ദേഹികൾക്ക് സൂക്ഷ്മലോക അനുഭൂതികളിൽ ആഗ്രഹം നശിക്കുകയും തിരിച്ചു പോകാൻ പ്രലോഭിതരാകുകയും ചെയ്യും. ഭൂമി ഭൂമിയിലെ കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കിട്ടാത്തവർക്ക് സൂക്ഷ്മലോക മൃതിക്ക് ശേഷം കാരണലോകത്ത് പോവാൻ അനുവാദമില്ല. ഇവർ സ്ഥൂല ശരീരത്തിൽ 16 തന്മാത്രകളെ സ്വീകരിച്ച് ഭൂലോകത്തിൽ വന്ന് വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നു. ദേഹികൾക്ക് സൂക്ഷ്മലോക അനുഭൂതികളിൽ ആഗ്രഹം നശിക്കുകയും തിരിച്ചു പോകാൻ പ്രലോഭിതരാകുകയും ചെയ്യും. പൂർവജന്മ വാസനാ ബീജത്തിൽ നിന്ന് മോചിതരാകാനുള്ള യത്നം പൂർത്തിയാക്കിയാൽ മാത്രമേ കാരണലോകത്തേക്ക് പ്രവേശിക്കാൻ അർഹത നേടുന്നുള്ളൂ. അല്ലാതെ കർമ്മഭൂമിയിൽ വീണ്ടും ജനിക്കേണ്ടി വരുന്ന സുഹൃത്തുക്കൾ പുനർജനിക്കുമ്പോൾ സ്വഭാവശുദ്ധിയുള്ള സ്ത്രീകളിൽ ആർത്തവശേഷം 14 നാൾ ജനിക്കുന്ന ഗർഭത്തിൽ പ്രവേശിക്കും. നീതിപൂർവം ജീവിക്കുന്ന ദമ്പതികൾക്ക് ഗുണഭാഗ്യങ്ങൾക്ക് ഇരിപ്പിടമായ സൽപുത്രനായിട്ട് ജനിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ലോകങ്ങള്. പ്രത്യേകിച്ച് ഹിരണ്യലോകം എന്ന് പറയുന്ന ഒരു വിശേഷമായിരിക്കുന്ന ലോകത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇതെല്ലാം തന്നെ എല്ലാ മനുഷ്യജന്മം നമ്മുടെ മനുഷ്യജന്മം മാത്രമല്ല, അല്ലേ? കാരണം ഇങ്ങനെയുള്ള ലോകങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം എങ്ങനെ ജീവിക്കണം, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഈ അറിവുകളെല്ലാം തന്നെ നമ്മുടെ സനാതന ധർമ്മം ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് കരുതി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ അറിയുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ഇത് അറിഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായിരിക്കുന്ന പുരോഗതിക്കും ആന്തരികമായിരിക്കുന്ന വികാസത്തിനും അത് നമ്മളെ സഹായിക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത വസ്തുവാണ്. ഇതിവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.